നാടിനെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ട് ഇപ്പോഴും 100-ലേറെ മനുഷ്യർ കാണാമറയത്താണ്. ഇവരെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തിരച്ചിൽ ഇന്നും പുരോഗമിക്കുകയാണ്. പക്ഷേ ഇവർ മാത്രമാണോ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് കാണാതായവർ? അല്ല. കഴിഞ്ഞ 7 വർഷത്തിനിടെ സംസ്ഥാനത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ മാത്രം കാണാതെ പോയവർ, അതായത് ഇനിയും കണ്ടെത്താതെ കിടക്കുന്നത് 131 പേരെയാണ്. സർക്കാർ കണക്കുകൾ നൽകുന്ന കണക്ക് ഇതാകുമ്പോൾ ഒരുപക്ഷെ യഥാർത്ഥ കണക്ക് ഇതിനും മേലെയാകാം. സംസ്ഥാനത്ത് കഴിഞ്ഞ 7 വർഷത്തിനിടെയുണ്ടായ വലിയ ദുരന്തങ്ങളിലും അപകടങ്ങളിലും പെട്ട് കാണാമറയത്തുള്ളവരുടെ കണക്ക് മാത്രമാണിത്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസുകൾ ഇതിൻ്റെ പല മടങ്ങ് വരും. സംസ്ഥാനത്ത് ആഞ്ഞടിച്ച ഓക്കി ദുരന്തം, കവളപ്പാറ, പുത്തുമല, പെട്ടിമുടി എന്നീ ഉരുൾപൊട്ടലുകളിലും മത്സ്യബന്ധനത്തിനിടയിലും കാണാതായവരാണ് 131 മനുഷ്യർ. ഇവർ എവിടെയാണെന്ന് ഇപ്പോഴും ഒരു വിവരവുമില്ല. പലരുടെയും കുടുംബങ്ങൾ അവർ തിരിച്ചു വരുമെന്ന് കാത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. 110 മത്സ്യത്തൊഴിലാളികളെയാണ് മത്സ്യബന്ധനത്തിനിടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 7 വർഷത്തിനിടെ കാണാതായത്. ഇവരിൽ 94 പേരെ കാണാതായത് ഓക്കി ദുരന്തത്തിനിടയിലാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നാണ് 110 പേരെ കാണാതായത്. 2019 ഓഗസ്റ്റ് 8 കവളപ്പാറ മുത്തപ്പൻ കുന്നിലുണ്ടായ ഉരുൾപൊട്ടലിൽ 11 പേരെയാണ് കാണാതായത്. ഇതേ ദിവസം തന്നെയാണ് മേപ്പാടി പച്ചക്കാട് ഉരുൾപൊട്ടി പുത്തുമല ദുരന്തഭൂമിയായത്. 17 പേർ മരിച്ച ദുരന്തത്തിൽ 5 പേരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. 2020 ഓഗസ്റ്റ് 6 മൂന്നാർ രാജമല പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലിൽ 70 പേർ മരിച്ചത്. ഇതിൽ 4 പേരെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ദുരന്തങ്ങളിൽ കാണാതായവരെ കുറിച്ച് സർക്കാർ പരിശോധന പൂർത്തിയാക്കിയാലും കുടുംബങ്ങൾക്ക് മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാറില്ല. പലപ്പോഴും നിയമപരമായ കാര്യങ്ങൾ ഇത് സാങ്കേതിക തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്നാൽ കാണാതായവർ മരിച്ചതായി കണക്കാക്കണമെങ്കിൽ അവരെ കാണാതായി 7 വർഷം കഴിയണമെന്നതാണ് നിയമം. അതായത് സംഭവം നടന്ന് 7 വർഷം ഇവർ നിയമപ്രകാരം മരിച്ചവരാകുന്നില്ല. അതിനാൽ കുടുംബത്തിന് ലഭിക്കേണ്ട സഹായങ്ങളും ഇൻഷുറൻസ് വരെയും നിയമത്തിൽ കുടുങ്ങിക്കിടക്കും. 7 വർഷത്തിന് ശേഷമാണ് ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമപരമായ തീരുമാനം എടുക്കാൻ സർക്കാരുകൾക്ക് സാധിക്കുക. Waytonikah.com, the exclusive Muslim matrimonial site.